റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ചുമത്താനുള്ള അമേരിക്കൻ നീക്കത്തിൽ ഇന്ത്യ വഴങ്ങില്ല. റഷ്യയിൽ നിന്ന് തുടർന്നും ഇപ്പോഴത്തെ രീതിയിൽ എണ്ണ വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ എവിടെ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങണമെന്നത് മറ്റൊരു രാജ്യം തീരുമാനിക്കേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ പ്രതിപക്ഷം അത് ആയുധമാക്കാനുള്ള സാധ്യത കൂടി മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നതെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, തീരുവയുടെ പേരിൽ റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തിയാൽ അത് റഷ്യയുമായുള്ള വർഷങ്ങളായുള്ള വാണിജ്യ ബന്ധത്തെയും ബാധിച്ചേക്കാം. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കും ഇന്ത്യക്കും ഉൾപ്പെടെ 100% തീരുവ ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമം കഴിഞ്ഞ ദിവസമാണ് US സെനറ്റ് പാസാക്കിയത്. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് US നീക്കം. കരാറിൽ US വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ബിൽ സെനറ്റിൽ പാസായതുകൊണ്ട് മാത്രം തീരുവ ബാധകമാകില്ല. US പ്രതിനിധി സഭയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയുടെ തീരുവ ഭീഷണി നിലനിൽക്കുന്നതിനിടയിലും ജൂലൈയിൽ ദിവസം 27.8 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 56%മാണിത്. ഇതുവരെയുള്ളതിൽ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന റഷ്യൻ എണ്ണ ഇറക്കുമതിയാണിത്. അമേരിക്ക 25% പിഴത്തീരുവ ചുമത്തിയതിനെ തുടർന്ന് 2025 ഓഗസ്റ്റ് 27 മുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം കുറഞ്ഞതോടെ വീണ്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതലായി എണ്ണ വാങ്ങാൻ തുടങ്ങുകയായിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾ തകർത്തതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് റഷ്യ സംസ്കരിച്ച ഇന്ധനം വാങ്ങുന്നുണ്ട്. ഇതും ഇറക്കുമതി ഒഴിവാക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്നതായാണ് സൂചന. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചാൽ അത് ആഗോള എണ്ണ വിപണിക്കൊപ്പം ഇന്ത്യക്കും വലിയ തിരിച്ചടിയാകുമെന്നാണ് ചരക്കുനീക്കം നിരീക്ഷിക്കുന്ന കമ്പനിയായ കെപ്ലറും മുന്നറിയിപ്പ് നൽകുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ ഇന്ത്യക്ക് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതിൽ റഷ്യൻ എണ്ണ നിർണായകമായിരുന്നു. അമേരിക്കൻ തീരുവയുടെ പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് രാജ്യത്തെ ഇറക്കുമതി ചെലവ് കൂട്ടും. ചില്ലറ വിപണിയിൽ ഇന്ധനവില കൂട്ടാനും ഇന്ത്യ നിർബന്ധിതമാകും. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറായേക്കില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിച്ചുചാട്ടവുമുണ്ട്. ജൂൺ മാസത്തിൽ മാത്രം രാജ്യത്തെ മൊത്ത എണ്ണ ഇറക്കുമതിയിൽ റഷ്യയിൽ നിന്നുള്ള വിഹിതം 48%-മായി ഉയർന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ 100% വരെ ഇറക്കുമതി തീരുവ ചുമത്താൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണത്തിലേക്ക് അമേരിക്ക കടക്കുന്നതിനിടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവരുന്നത്. റഷ്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ എണ്ണയും പ്രകൃതിവാതകവും വാങ്ങിയ രാജ്യങ്ങൾക്ക് മേലാണ് US 100% ഇറക്കുമതി തീരുവ ചുമത്താൻ ശ്രമിക്കുന്നത്. US അവതരിപ്പിച്ച ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപുള്ള 12 മാസം റഷ്യയിൽ നിന്ന് എണ്ണയോ പ്രകൃതിവാതകമോ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്ത 5 രാജ്യങ്ങൾക്കും നിയമം പ്രാബല്യത്തിൽ വന്ന് 30 ദിവസത്തിന് ശേഷം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കുമാണ് നിരക്ക് ബാധകമാകുക. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് 2026 ജൂണിൽ ഇന്ത്യയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞുവെന്നാണ്. ജൂണിലെ എണ്ണ ഇറക്കുമതി 18.2 ദശലക്ഷം മെട്രിക് ടണ്ണായി. മെയ് മാസത്തെ അപേക്ഷിച്ച് 16.5% കുറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂണിനെ അപേക്ഷിച്ച് 13% ഇറക്കുമതി കുറഞ്ഞത്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞെങ്കിലും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ ഇത് ബാധിച്ചില്ല. US ഉപരോധവും അധിക തീരുവയും ഒഴിവാക്കുന്നതിന് ഇന്ത്യ പ്രത്യേക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. റഷ്യയ്ക്ക് പുറമെ UAE-യിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും വർദ്ധിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ രാജ്യത്തെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 17.5% UAE-യിൽ നിന്നായിരുന്നു. അതായത് ജൂണിൽ രാജ്യത്തെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 2/3 ഭാഗവും റഷ്യയിൽ നിന്നും UAE-യിൽ നിന്നുമായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.